Hello, welcome to Shahanas recipes. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീനും അതുപോലെ തന്നെ അച്ചിങ്ങയും കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചതച്ച മുളകിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടി റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഏകദേശം ഒരു 150 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അച്ചിങ്ങ പയറെന്നാണ് പറയുന്നത്, അത് വള്ളിപ്പയറെന്നും പറയാം കേട്ടോ. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അച്ചിങ്ങയും ചെമ്മീനും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് ഈ മുളകിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എരിവിലെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചെയ്യാറില്ല, ഞാൻ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റിൽ എനിക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അച്ചിങ്ങയും പയറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പാനിലാണ് വേവിച്ചെടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതും കുറച്ചുകൂടി എളുപ്പമായിരിക്കും, സമയം ലാഭമായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതിലുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് വെള്ളം വറ്റിച്ചാണ് എടുക്കാറ്. മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. നമ്മുടെ ചോറിനൊക്കെ കൂടി കഴിക്കാൻ ഇത് മാത്രം മതിയാവും. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.